ഞങ്ങൾ ഏകദേശം ഒരു 5:30 മണിയായപ്പോൾ വാഴവൻതോൾ എത്തി കേട്ടോ. അവിടെ കിടന്ന് വിശ്രമിക്കുന്ന ആളിനെയാണ് നിങ്ങളെ കാണുന്നത്. ഞങ്ങളത് ഇവിടുത്തെ ബോണക്കാടിലേക്കുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 6:30 ആയാലേ നമുക്ക് ട്രക്കിങ്ങിനുള്ളവർക്ക് ഓപ്പൺ ചെയ്യുള്ളൂ, അല്ലാതെ 8:30 മറ്റോ ആവണമെന്ന്. വാഴവൻതോൾ വാട്ടർഫാൾസ് ഇവിടെ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഇപ്പം നമുക്ക് അതിന് മുകളിലേക്ക് പോകാനുള്ളത് കൊണ്ടാണ് നമുക്ക് നേരത്തെ ഓപ്പൺ ആവുന്നത്. ആനയുടെയും കാട്ടുപോത്തിൻ്റെയും പുലിയുടെ ഒക്കെ പടം വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് കയറുമ്പം എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കോമഡി. എല്ലാവരും വന്നവരൊക്കെ ബെഡ്ഷീറ്റും ജാക്കറ്റൊക്കെ കൊണ്ടാണ് വന്നത്. നമുക്ക് ഈ സംഭവങ്ങളൊന്നും നമ്മൾ 2 ജോഡി ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ലഗേജ് നമ്മൾ തന്നെ ചുമക്കണമെന്നുള്ളതുകൊണ്ട് ട്രക്കിങ്ങിന് പോകുമ്പോൾ പരമാവധി ലഗേജ് കുറയ്ക്കണം. എന്ന് നമുക്കും അറിയില്ല. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നാണ് ഏത് ട്രാവലിൻ്റെയും അടിസ്ഥാനത്ത് അതാണെന്നാണ്. എന്തായാലും ഇപ്പോൾ അങ്ങനത്തെ അവർ പറഞ്ഞ് ബസ് ഇപ്പോൾ ഇറങ്ങി വരും മുകളിൽ നിന്ന്. അതിന് വണ്ടിയൊക്കെ ഒതുക്കി വെക്കാൻ പറഞ്ഞാൽ എല്ലാവരും സൈഡൊക്കെ ഒതുക്കി നിൽക്കൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. ഈ പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ വീഡിയോ ഒക്കെ എടുക്കുന്നു. അങ്ങോട്ട് ചെല്ലുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, എന്താണെന്ന് അറിയില്ല. എന്തായാലും നോക്കാം, നമുക്ക് എന്തായാലും കാണാം. ശരിക്കും ഇതെന്ന് പറയുന്നത് ഈ വാഴവൻതോൾ വാട്ടർഫാൾസിലേക്കും കൂടെയുള്ള എൻട്രി പോയിൻ്റാണ്. ഈ താഴേക്ക് കാണുന്ന ഈ റോഡ് 2.5 കിലോമീറ്റർ ഉണ്ട് വാഴവൻതോൾ വാട്ടർഫാൾസിലേക്ക്. കാണാനൊക്കെ നല്ല രസമാട്ടോ, പ്രത്യേകിച്ച് ഈ രാവിലത്തെ കാലാവസ്ഥയിൽ. നമുക്ക് ആ കാണുന്ന പച്ച ബിൽഡിങ്ങാണ് ചെക്ക് പോസ്റ്റ്. ഫസ്റ്റ് നമ്മളവിടെ നമ്മുടെ ടിക്കറ്റും എൻട്രി പാസും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ച് കൺഫേം ചെയ്യണം. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ മുകളിലേക്കുള്ള ഒരു വഴി 5 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിൽ എത്താനായിട്ട്. ഞങ്ങൾ 6:30 മണി കഴിഞ്ഞപ്പോൾ അവർ ഓപ്പൺ ചെയ്തു. ഞങ്ങൾ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ പോകുന്ന വഴി. ആ ഒരു രാവിലത്തെ തണുപ്പിൽ നല്ല പ്രത്യേക രസമുണ്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ. ശരിക്കും ഞങ്ങൾ ഓഡിയോ എടുത്തിരുന്നു, പക്ഷേ ആ ഓഡിയോ എന്ന് പറയുന്നത് ഭയങ്കര കാറ്റും ഈ സൗണ്ടും കാരണം നമുക്ക് കേൾക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നീട് ഇപ്പോൾ ഞാനിത് ഓൺ വോയിസ് ഇടുന്നതാണ്. അപ്പോൾ നല്ല ഒരു പ്രത്യേക ഭംഗിയോടെയാണ്. ഇടയ്ക്കിടയ്ക്ക് കിളികളുടെ സൗണ്ടൊക്കെ നന്നായിട്ട് കേൾക്കാം കേട്ടോ. നല്ല രസമുണ്ട്. നമ്മുടെ മുന്നേയും പുറകിലൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ 7 മണിക്ക് ഞങ്ങളുടെ അടുത്ത് പിക്കറ്റ് സ്റ്റേഷനിൽ എത്തണമെന്നാണ് എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിത് ഓൺലൈൻ വഴിയാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ടിക്കറ്റ് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത്. ഒരു ജനുവരി 10-ാം തീയതി ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിട്ട് ഓപ്പണായപ്പോൾ ഒരു സൈറ്റ് ഓപ്പണായപ്പോൾ 13-ാം തീയതിയാണ് ഓപ്പൺ ആയത്. ഓപ്പണായി ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഫുൾ ടിക്കറ്റ് കംപ്ലീറ്റ് ആയി. ഒരു ദിവസം 100 പേർക്കാണ് അവർ പ്രവേശനം അനുവദിക്കുന്നത് ഗവൺമെൻറ്. എന്നിട്ട് അതിൽ 70 പേർക്ക് ഓൺലൈനും 30 പേർക്ക് ഓഫ്ലൈനുമാണ് അവർ അനുവദിക്കുന്നത്. ഓഫ്ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നേരിട്ട് പോയി, ഇവിടെ PTP നഗറിലെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നേരിട്ട് പോയി ബുക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഓൺലൈൻ വഴി ഭാഗ്യത്തിന് കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ പോയി. എന്നിട്ട് ഇപ്പോൾ പോകുന്ന വഴിയൊക്കെ ഒരു നല്ല ക്ലൈമറ്റും ഒരു പ്രത്യേക രീതിയാണ്. ഏകദേശം ഒരു 5.5-6 കിലോമീറ്ററോളം ഉണ്ട് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിലേക്ക്. ശരിക്കും അതിന് ഒരു 2 കിലോമീറ്റർ മുന്നേ ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ അഗസ്ത്യമുനിയുടെ തന്നെ ഒരു ചെറിയൊരു പ്രതിഷ്ഠ പോലെ വെച്ച് ആൾക്കാർ വിളക്കൊക്കെ വയ്ക്കുന്ന അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ശരിക്കും ബോണക്കാട് ഒരു പഴയ ടീ ഫാക്ടറി ഒക്കെ ഉണ്ട്, അതിനടുത്തൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് ശരിക്കും അവിടം വരെ ബസ്സുണ്ട്. ഈ ടീ ഫാക്ടറി വരെ ബസ്സുണ്ട്. ടീ ഫാക്ടറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടാറിടാത്ത വഴിയിലൂടെ പോകുന്നത്. ടീ ഫാക്ടറിയുടെ അവിടെ നിന്ന് പിന്നെ ഈ 2 കിലോമീറ്ററോളം ഈ ടാറില്ലാത്ത വഴി കൂടെ വേണം പോകാൻ. ശരിക്കും നല്ല ടഫാണ് കേട്ടോ ഈ വഴി പോകാനായിട്ട്. നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്രയല്ലേ ഉള്ളൂ എന്ന് തോന്നും, പക്ഷേ പോകുമ്പോൾ മനസ്സിലാവും നല്ല ടഫാണ്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് വണ്ടികൾ മുന്നേ പോയി, പക്ഷേ ഞങ്ങളുടെ തൊട്ട് മുന്നേ ഒരു വണ്ടി പോയിരുന്നു, കാർ. അതിൻ്റെ മുന്നേ ശരിക്കും ഒരു മരം വീണ് കിടന്നു. പിന്നെ അവർ തന്നെ ഇറങ്ങി ഞങ്ങളും അവിടെ നിൽക്കവേ തന്നെ മരം നമ്മൾ പയ്യെ മാറ്റിയിട്ടാണ് പിന്നെ മുന്നോട്ട് പോയത്. ഭയങ്കര അതിൻ്റെ ഇടയ്ക്ക് വെള്ളച്ചാട്ടം എല്ലാം ഉണ്ട്. നല്ല രസമാണ്, നല്ല കാഴ്ചകളാണ് കാണുന്നൊരു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത്. ആ പോകുന്ന വണ്ടിയുടെ ഫ്രണ്ടിലാണ് ശരിക്ക് വണ്ടി മരം മുറിഞ്ഞ് വീണ് കിടന്നത്. പിന്നെ അതൊക്കെ മാറ്റിയിട്ടാണ് മുന്നോട്ട് ഞങ്ങൾ യാത്ര തുടർന്നത്.
ശരിക്കും ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറയുന്ന ഓൺലൈൻ ടിക്കറ്റ് 2500 രൂപയാണ് കേട്ടോ. 2500 രൂപയിൽ നമുക്ക് ഫുഡ് പെടില്ല. ഫുഡില്ലാതെയാണ് ടിക്കറ്റ് മാത്രം 2500 രൂപ. ഫുഡ് നമുക്ക് ഈ ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാൻ കിട്ടും. ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുപോകാനുള്ള ഫുഡ് ഊണും എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും. നല്ല ബ്രേക്ക്ഫാസ്റ്റും നല്ല ഊണും ഒക്കെയാണ്. കാരണം കാടിനുള്ളിൽ നല്ല ഫുഡാട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ നല്ല ഫുഡ് വാങ്ങിക്കാൻ കിട്ടും. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ആ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടെ നിന്ന് ഉച്ചയ്ക്കുള്ള ഫുഡും കൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് യാത്ര തുടങ്ങുന്നത്. ഈ ശരിക്കും പറഞ്ഞ് പോകുന്ന വഴിയൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മളിത് ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പിക്കറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അഗസ്ത്യമല ഔഷധ സസ്യ സംരക്ഷണ മേഖല, അതായത് നമ്മുടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പെടുന്ന സ്ഥലമാണ് അഗസ്ത്യമല എന്ന് പറയുന്നത്. ഭയങ്കര അസാധ്യമായ കാറ്റായിരുന്നു കേട്ടോ നമ്മൾ ചെന്ന ദിവസം. ഇവിടെ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട് അതിരുമല ബേസ് ക്യാമ്പിലേക്ക് നമുക്ക് അന്ന് എത്താനായിട്ട്. നമ്മൾ പിന്നെ ഒരു 12 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്, പക്ഷേ 12 അല്ല 16 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് നമ്മൾ അതിരുമല ബേസ് ക്യാമ്പിൽ എത്താനായിട്ട്. നമ്മളിപ്പോ ഇവിടെ ഈ ഇതിന്റെ ഫസ്റ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുഡ് കഴിക്കണം. ഫുഡ് നല്ല കാറ്റുണ്ട്, നിങ്ങൾക്ക് കേൾക്കാവോന്ന് അറിയില്ല. ഫുഡ് കഴിക്കണം. ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നല്ല പൂരി, പിന്നെ ഉച്ചക്കുള്ള ഊണ് അവര് അതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് ഈ നമുക്ക് കുത്തി നടക്കാനുള്ള വടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങള്. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. റെയിൻകോട്ട് എടുക്കണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ റെയിൻകോട്ടൊന്നും എടുത്തിട്ടില്ല. റെയിൻകോട്ട് എടുത്തിട്ടില്ല, ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങള് ലഗേജ് മാക്സിമം കുറയ്ക്കണം, എടുത്തോണ്ട് നടക്കാൻ പറ്റില്ല. 12 കിലോമീറ്റർ ഇവിടെ നിന്ന് ബേസ് ക്യാമ്പിലേക്ക് നടക്കണം. ഈ 12 കിലോമീറ്റർ അടുത്ത് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ആൾക്കാർ വെയിറ്റിംഗ് ആണ്. 9 മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവത്തുള്ളൂ. വെയിറ്റിംഗ് ആണ്, അതൊരു വെയിറ്റിംഗ് ആണ്. എന്തായാലും നല്ല അനുഭവമായിരിക്കും. നല്ല രസമുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല ഒരു പ്രത്യേക സുഖമുണ്ട്. കാലാവസ്ഥയൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല.